നാളെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളുടെയും കാര്യം പറഞ്ഞു. പക്ഷേ ഏറ്റവും തിളക്കമാർന്ന ഒരു മണ്ഡലമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം. അപ്പോൾ ധർമ്മടത്ത് UDF പറയുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറയുന്നത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഭയം നിൽക്കുന്നുണ്ട്. എന്നാൽ LDFിൻ്റെ മനസ്സിൽ നല്ല ഭയമുണ്ട്, വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നുള്ളത്. എന്താവും അവിടുത്തെ സ്ഥിതി? തീയിൽ കുരുത്തത് വെയിലിൽ വാടുക തന്നെ ചെയ്യും. എല്ലാ വെയിൽ വരികയാണെങ്കിൽ എന്തും വാടും. അത് വെറുതെ ഒരു ചൊല്ലാണ്. ചൊല്ലുകളെല്ലാം തന്നെ ശരിയാവുന്നില്ല. ഒരു റൈമൊക്കെ ഒപ്പിച്ച് പറയുന്ന കാര്യം. പിണറായി സഖാവ് നല്ല വെപ്രാളത്തിലാണ്. തോക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 50,100 എത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം കിട്ടുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത കുറയും, നല്ലോണം കുറയും. പക്ഷേ ഒരു പാരമ്പര്യ CPM കോട്ടയായതുകൊണ്ട് സഖാവ് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു വരുകയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് പറയണം. കാരണം അദ്ദേഹം പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലൊക്കെ പോകാനുള്ളത് കൊണ്ട്, തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറവൂരിലെ മാന്യ മഹാ വോട്ടർമാരോടും പറഞ്ഞിരിക്കുന്നത്, ഇത്തവണ ഞാൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് എല്ലായിടത്തും പോകേണ്ടതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് മുഴുവൻ സമയം ചെലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം എനിക്ക് തന്നെ തരണമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടല്ലല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വോട്ട് ചോദിച്ച് ചെല്ലുന്നത്. കഴിഞ്ഞ തവണയും മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് ചെന്നത്. പക്ഷേ ഇത്തവണ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയും. എങ്ങാനും വോട്ട് കുറയുകയാണ്, കുറയും, അത് ഉറപ്പാണ്. കുറഞ്ഞാൽ ഇതാണ് കാര്യം, എല്ലാ സ്ഥലത്തും എനിക്ക് പോവേണ്ടി വന്നു എന്ന് പറയാമല്ലോ. ഇപ്പോൾ മാം പറഞ്ഞല്ലോ വോട്ട് കുറയുമെന്നുള്ളത്. 2016 36,905 വോട്ടിൻ്റെ ഉണ്ടായിരുന്നു. പിന്നീട് 50,123 വോട്ടിൻ്റെയും ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് മുഖ്യമന്ത്രി അവിടെ. പക്ഷേ UDFന് ഇപ്പോൾ ഉള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഭൂരിപക്ഷം 2,616 ചുരുങ്ങിയിട്ടുണ്ട്. ഈ ചുരുങ്ങി എന്ന് പറയുമ്പോൾ പല ബൂത്ത് തലങ്ങളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം BJP വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ണൂരാണ് എന്ന് പറയുമ്പോഴാണ് പല ശ്രദ്ധ ആകർഷിക്കുന്നത്. കാരണം കണ്ണൂർ എന്നും ചുവന്നിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കണ്ണൂരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബലിദാനികളുടെ ഒരു ഏറ്റവും അധികം ബലിദാനികളുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതും കണ്ണൂർ തന്നെയാണ്. അതുകൊണ്ട് BJP പ്രവർത്തകരോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും NDAയും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ സ്ഥാപന ദിനം കൂടിയാണ് BJPയുടെ. അപ്പോൾ ആ ദിവസത്തിൽ പറയുകയാണെങ്കിൽ BJP ഒരു വലിയ കുതിപ്പ്, NDA മുന്നണിയെ ചേർത്ത് പിടിച്ചൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിണറായി സഖാവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ TV-യിൽ വന്നൊരു പരസ്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നത് ക്ഷേമ പെൻഷനുകൾ ഞങ്ങൾ വർദ്ധിപ്പിക്കും, അത് എല്ലാ മാസവും കൊടുക്കാൻ പരിശ്രമിക്കുന്നു. അപ്പം അതിനർത്ഥം എന്താ? പരിശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ, കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതായത് ഖജനാവിൽ പണമില്ല എന്നുള്ളത് പറയാതെ പറയുക. അതെ, അദ്ദേഹം തന്നെ പറയുന്നു. എനിക്ക് ആ വാക്ക് പരിശ്രമിക്കുക എന്ന് ഒരു മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ കിട്ടാതിരിക്കാനാണ് 99.9% ഉറപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ പോരെ, പരിശ്രമിക്കുന്ന പറയേണ്ട ആവശ്യമില്ല. ഉറപ്പാണ്, നിങ്ങൾക്കത് കിട്ടും, എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ മതിയല്ലോ. മോദിയെ പോലെ പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഭയം സത്യത്തിൽ രണ്ടുപേർക്കും ഉണ്ട്. കാരണം പൈസ വരണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വരണം. ഇവിടുന്ന് വരുന്ന പൈസകളുടെ ഒരു കണക്കും പ്രജിത അങ്ങോട്ട് കൊടുക്കുന്നില്ല. ആരോഗ്യ മന്ത്രാലയത്തിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്, കോവിഡിന്റെ സമയത്ത് പ്രത്യേകിച്ചും, അവർ പറയും കേരളവും വെസ്റ്റ് ബംഗാളും മാത്രമാണ് ഒരു വിധത്തിലെ കണക്കുകളും തിരിച്ചു കൊടുക്കാത്തത്. പൈസയും കൂടെ വന്നാൽ മാത്രം പോരല്ലോ. എങ്ങനെ ചിലവഴിച്ചു, എന്തിനും ചിലവഴിച്ചു, മുഴുവനും ചിലവഴിച്ചോ, ബാക്കി തുകയുണ്ടോ എന്നൊക്കെ പറയണ്ടത്. പക്ഷെ വല്ലാണ്ട് നിർബന്ധം പിടിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ എന്തെങ്കിലും ഒരു കുറിപ്പടി വരും, ഇവിടുന്ന് അതുപോലും വരില്ല. എന്നിട്ട് ഉറക്കക്കിടന്ന് പ്രഖ്യാപിക്കും ഞങ്ങൾക്ക് എവിടെ, തുക എവിടെ. ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തത്തിൽ എത്ര കോടി രൂപ ഇങ്ങോട്ട് വന്നു, അത് എത്ര രൂപ ചിലവാക്കിയെന്ന് പറയൂ. ബാക്കിയുള്ളതും കൂടെ വരുന്നേ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാലഞ്ച് ചെയ്യുക. കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുക്കാൻ മേടിച്ച രൂപയുടെ കണക്കെവിടെ? എൻ്റെ ഡിവിഷൻ DYFക്കാർ ബക്കറ്റ് പിരിവ് നടത്തിയതിന് എത്ര രൂപയാണ് ചൂരൽമലയ്ക്കെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒരു മറുപടിയില്ല. പറയൂ സഖാക്കന്മാരെ, കുട്ടി സഖാക്കന്മാരെ. ഡിവിഷൻ 62 എറണാകുളം സൗത്ത്, അന്ന് ഡിവിഷൻ 62ആണ്. നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ 3 ദിവസം തട്ടുകട നടത്തിയതിന് എത്ര രൂപ ചെലവഴിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ എത്ര രൂപ ചൂരൽമലയിലേക്ക് പോയി എന്ന് പറയൂ. നിങ്ങൾക്ക് ആർജവുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യാം.
വെല്ലുവിളിയാണ്, എൻ്റെ ചാലഞ്ച്, പത്മജയുടെ ചാലഞ്ച്. അത് നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുമോ? എന്നിട്ട് പോലെ മറ്റുള്ളവരുടെ കാര്യമാക്കുന്നത്. സ്വന്തം കാലിലെ മന്ത്, രണ്ട് കാലിലെയും മന്ത് മറച്ചു വെച്ചോണ്ട് ഒരു കാലിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് നടപ്പാകുന്ന പദ്ധതികളിലൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പൊ മോദി പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളോടും അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലും അനുകൂലിക്കാത്തവർക്ക് എന്ത് കാര്യം, ഞാൻ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാം, എന്ത് കാര്യത്തിന് അനുകൂലിക്കുന്നില്ല? അനുകൂലിക്കാത്തവരുണ്ടെങ്കിൽ പോലും അവർ പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ചെയ്തിരിക്കും. അത് ജനങ്ങൾക്ക് മനസ്സിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റാത്ത കാര്യങ്ങൾ പരിശ്രമിക്കാം എന്നൊരിക്കലും മോദിജി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെയ്തിരിക്കും, ഇത് മോദിയുടെ ഗ്യാരണ്ടി, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. ഗ്യാരണ്ടി ഇവർക്ക് പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പാണ്. ഞങ്ങൾ ആയുഷ്മാൻ ഭാരത് വെച്ചു, അതൊരു ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ചികിത്സ വരികയാണെങ്കിൽ അതിന് ഞങ്ങൾ പൈസ കൊടുക്കുമെന്ന് പറയുന്ന ഗ്യാരണ്ടിയാണ്. ഇവർക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നുണ്ടോ? 40% കേരള സർക്കാർ വഹിക്കേണ്ട ചികിത്സാ ചെലവുകൾ ഇതുവരെ കൊടുക്കാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ദുരിതത്തിലാക്കിയിരിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് 5 ദിവസത്തേക്ക് ചികിത്സയെല്ലാം ഫ്രീ. എന്താ ഇവരുടെ വീട്ടിലെ കാശ് കൊണ്ടാണോ ആക്കുന്നത്? ആശുപത്രിക്ക് പൈസ കൊടുക്കണ്ടേ? ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുള്ള പൈസ കിട്ടണമെങ്കിൽ രോഗികൾ വന്ന് കൊടുക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാണ്ട് വോട്ടിന് വേണ്ടി ഗ്യാരണ്ടി ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് പേടിയാട്ടോ. അതവിടെ നിൽക്കട്ടെ. അല്ല, അവർക്ക് അപ്പോഴും സോണിയ ഗ്യാരണ്ടിന്നോ രാഹുൽ ഗ്യാരണ്ടിന്നോ പ്രതിപക്ഷ നേതാവിന്റെ ഗ്യാരണ്ടി പോയി പറഞ്ഞ പോലെ. ഞാൻ പല പ്രാവശ്യം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി എന്ന് പറയാൻ പാടില്ല, ഗണ്ഡി. ഫിറോസ് ഗണ്ഡി, അദ്ദേഹം ഒരു പാസിയായിരുന്നു, അദ്ദേഹം ഗാന്ധിയല്ല. അതിനെ പറഞ്ഞ് എന്താ നെഹ്റുവിൻ്റെ പേര് ഇവിടെ ചിലവാകില്ലേ? ഗാന്ധിജിയുടെ പേരിന് മാത്രമേ ചിലവുള്ളൂ. ഇതിനിടയ്ക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഞങ്ങളുടെ പേര് മാറ്റി പത്മജ ഗാന്ധി, ശ്രീകുമാർ ഗാന്ധി, അല്ലെങ്കിൽ പ്രജിത ഗാന്ധിക്ക് ആക്കാമല്ലോ, നമുക്കും ആക്കാമല്ലോ. പേര് പബ്ലിസൈസ് ചെയ്താൽ മതിയല്ലോ, അല്ലേ? ഗവൺമെൻറ് ഇതിൽ നമ്മൾ പബ്ലിസൈസ് ചെയ്ത് നമ്മളൊക്കെ ഗാന്ധിമാരാകും. ഞങ്ങളങ്ങനെ ഒരു ഗാന്ധി കുടുംബം തന്നെ. ചെങ്ങന്നൂർ ആണ് അതിന് തുടക്കം. അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആർക്കും വയ്ക്കാവുന്നൊരു പേരാണോ ഗാന്ധി എന്നുള്ള പേര്? ഈ ഇന്ദിരാഗാന്ധി എങ്ങനെ ഗാന്ധി കുടുംബമായി? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ റോൾ വിൻസി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ആ വിൻസി കുടുംബത്തിനെ അപമാനിക്കുന്നത് പോലെ ഗാന്ധി എന്ന് പറയരുത്. എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ അവിടെ നിർത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട്, ഇന്ദിര ഗ്യാരണ്ടിയാണ്. ഇന്ദിരയുടെ ഗ്യാരണ്ടി അവർക്ക് തന്നെ മനസ്സിലായി, സർനെയിം വെച്ചാൽ ശരിയാവൂല. ഇന്ദിരയുടെ അത് ആ ഗ്യാരണ്ടിയാണ്. എന്തുകൊണ്ട് സോണിയയുടെ വെക്കാൻ പറ്റുന്നില്ല? ഈവൻ കേരളത്തിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ അതുപോലെ തലയെടുപ്പുള്ള ഒരു നേതാവിൻ്റെയോ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വെക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മോദി ഗ്യാരണ്ടി എന്ന് പറയാമല്ലോ, മോദിയോട് ചോദിക്കാം. ഒരു പദ്ധതി നടപ്പായില്ലെങ്കിൽ മോദിയോട് ചോദിക്കാം. അപ്പൊ ഒരു കാര്യം നെഞ്ചളവിന്റെ കാര്യമുള്ള ഒരാളവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ദിരയുടെ പേര് പറയുന്നത്? ഇപ്പൊ നിലവിലുള്ളത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? രാഹുലും സോണിയയും പ്രിയങ്കയും, ഇനിയിപ്പോ പോരെങ്കിൽ വാദ്രയുണ്ട്. അതെ, KC വേണുഗോപാൽ ഇവിടെ ഉണ്ടല്ലോ. എന്തിന് സന്നദ്ധനായിട്ട്, അതായത് പ്രധാനമന്ത്രി മുതൽ ചീഫ് മിനിസ്റ്റർ ആകാൻ വരെ എനിക്ക് ഉറപ്പുണ്ട്, കരളുറപ്പുണ്ട്, അതിനുള്ള വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുത്തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഒരു ഗ്യാരണ്ടി പറയാനായിട്ട് ധൈര്യമില്ല. അല്ല, എന്താ ഗ്യാരണ്ടി ഇവര് പറയുകയാണെങ്കിൽ ഇവരോട് ചോദിക്കൂലേ? മരിച്ചു പോയ ഒരു വ്യക്തിയോട് ആർക്ക് പോയി ചോദിക്കാൻ പറ്റും? അതുകൊണ്ടാണ് മരിച്ചു പോയവരെ മുന്നിൽ നിർത്തി ഇവർ ഗ്യാരണ്ടികൾ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് നമുക്ക് ചോദിച്ചൂടെ, ഹലോ മിസ്റ്റർ രാഹുൽ, നിങ്ങൾ പറഞ്ഞ ആ ഗ്യാരണ്ടി എന്തേ? ഞങ്ങൾക്ക് ബസ്സിൽ പോകാനായിട്ട് നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി എവിടെ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരോഗ്യ ചികിത്സയ്ക്ക് പറഞ്ഞ ഗ്യാരണ്ടി എവിടെയെന്ന് നമുക്ക് ചോദിച്ചൂടെ? മരിച്ചുപോയ വ്യക്തിയോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അതിനുശേഷം ഒരു നേതാവ്, തലയെടുപ്പുള്ള നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ വന്നിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ദിരയ്ക്ക് ശേഷം ഒരു നേതാവ് വന്നിട്ടില്ല. പക്ഷേ BJP ഒരു കുടുംബാധിപത്യമല്ല. ആർക്കാണോ മേന്മ, ആർക്കാണോ നേതൃത്വ പാഠം, അവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴത്തെ നമ്മളുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബിൻജി, അദ്ദേഹം എവിടെ ബീഹാറിലൊരു സ്ഥലത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം നമ്മളെ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഇരിക്കുന്നത് ബീഹാറിൽ നിന്ന് വന്ന നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരു മുഖത്തിനുടമയായ ശ്രീ നിതിൻ നബിൻജിയാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് ഒരു കുടുംബാധിപത്യത്തെ കുറിച്ചൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല.
മോഡിജിക്കാണെങ്കിൽ കുടുംബമേ ഇല്ല. നമ്മളുടെ ഭാരതീയരെല്ലാവരും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പറയാൻ പറ്റും ഇത്രയും വർഷമായിട്ട് യാതൊരു എന്താ പറയുന്നത്, കള്ളത്തരം എന്നല്ല ഞാൻ പറഞ്ഞ, കൈക്കൂലിക്ക് ഒരു കേസ് പോലും മുതിർന്ന നേതാക്കന്മാരുടെയോ മന്ത്രിമാരുടെയോ പേരിൽ വന്നിട്ടില്ല. അങ്ങനെ എത്ര പേർക്ക് പറയാം? ഇവിടെ ഭരിക്കുന്ന ശ്രീ പിണറായിയുടെയോ പ്രതിപക്ഷ നേതാവായ ശ്രീ സതീശൻ്റെ പേരിലാണ് പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. സത്യമാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ച് പോലും മുതിർന്ന NDA നേതാക്കളെക്കുറിച്ച് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, NDA പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്, വോട്ടിന് വേണ്ടി കൊടുക്കുന്നില്ല. കാരണം ജയിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കണം എന്ന് അവർക്കറിയാം. അപ്പോൾ വെറുതെ ചുമ്മാ അങ്ങോട്ട് വീശുന്ന പോലെ, ഏതെങ്കിലും മീൻ കയറണമെങ്കിൽ കയറട്ടെ എന്നും പറഞ്ഞ് വീശുവല എറിയുന്നത് പോലെയല്ല. പഠിച്ച് അതിനുള്ള സാമ്പത്തികം എത്ര വരും, അത് കൊടുക്കാനുള്ള ഉറപ്പ് ഈ സർക്കാരിനുണ്ടാകുമോ എന്ന് ഓരോ സംസ്ഥാനങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന ഇലക്ഷനാണ് നടക്കുന്നത്. അത് ഉറപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആവശ്യം കേരളത്തിൽ നമുക്ക് തൊഴിലാണ് ഏറ്റവും ആവശ്യം. അതുപോലെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. എല്ലാ ദേശവിരുദ്ധ സംഘടനകളുടെയും സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഗ്യാരണ്ടി ആയിട്ട് മുന്നോട്ട് വരുന്നു. ഓരോ ജില്ലയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അല്ലാണ്ട് ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, ഞങ്ങളത് ചെയ്യും, ഇത് ചെയ്യും, പരിശ്രമിക്കും. എന്തായാലും ധർമ്മടത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് LDF ഒരു കാലിടറലാകും. പിന്നെ തീർച്ചയായും ക്യാപ്റ്റനല്ലേ, ക്യാപ്റ്റന്റെ മണ്ണിലാണ്. ഞാനൊരു BJP സ്ഥാനാർത്ഥി K രഞ്ജിത്താണ്. UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VP അബ്ദുൾ റഷീദാണ്. അപ്പോൾ താരതമ്യേന നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയെടുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് മറുത്തൊന്നും പറയാനില്ല. പക്ഷേ ഈ പറയുന്ന രണ്ട് കൂട്ടരും, അതിൽ പ്രത്യേകിച്ചും BJP കാൻഡിഡേറ്റിന് വോട്ട് കുറയ്ക്കാനായിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വീഴ്ച തന്നെയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. ഒരു കാര്യം ഞാൻ സ്പ്രാസ് ഒപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കാലിടറലായിരിക്കും അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ കുറയുകയാണെങ്കിൽ പിണറായിയുടെ എന്ന് പറഞ്ഞു. കാലിടറയിൽ ഇപ്പോൾ അദ്ദേഹം നടപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാലിടറി ഇങ്ങനെയാണ് പോകുന്നത്. അദ്ദേഹത്തിന് പഴയ പോലെ തലയെടുപ്പോടെ നടക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറവൂരിനെ കുറിച്ച് കൂടെ നമുക്കൊന്ന് പറയേണ്ടി വരും. 25 വർഷം അദ്ദേഹം ഈ VD സതീശൻ അവിടുത്തെ MLA ആയിരുന്നു. 25 വർഷം പോരെ? അതിൽ എത്ര പ്രാവശ്യം 9ഓളം മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് UDFന്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴെങ്ങനെ കൊണ്ടുവരും? കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ 5 വർഷം മതി. എന്നാൽ അമിത്ഷാജി പറയാതെ 2 മാസം 3 മാസം അല്ലെങ്കിൽ 2 വർഷം എന്നൊക്കെ. 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യങ്ങളാണ്? 25 വർഷം കഴിഞ്ഞോട്ടോ, 5 കഴിഞ്ഞ് 25 വർഷമായി. ഇനി 26ാമത്തെ വർഷത്തിൽ അദ്ദേഹത്തിന് എന്താ ചെയ്യുന്നത്? പറവൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അവിടെ കൂടെ പോകുമ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ട അതേ വികസനങ്ങൾ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വരുന്ന മേൽപ്പാലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നാണ് വരുന്നത്. ഈ VD സതീശന് വായിൽ നാക്കുണ്ടായിരുന്നില്ലേ ചോദിക്കാനായിട്ട്? ഇവരുടെ സർക്കാരുകൾ എത്ര പ്രാവശ്യം ഇവിടെ ഭരിച്ചു? UDFൻ്റെ ഭരിച്ചില്ലേ? 10 വർഷമായിട്ട് ഭരിച്ചില്ല എന്ന് പറയാം. അതിന് മുമ്പ് ഇവർ തന്നെയല്ലേ ഭരിച്ചിട്ടില്ലേ? അപ്പോഴൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത വികസനം ഇനി എങ്ങനെയാണ് 26ാം വർഷത്തിൽ ഇദ്ദേഹം കൊണ്ടുവരുന്നത്? LDFൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണെങ്കിലും സ്ഥിരമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് അല്ലെങ്കിൽ ഇപ്പോൾ MLA ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള, NDAയുടെ പ്രവർത്തകർക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത, ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം LDFൻ്റെ MLAമാർക്ക് 10 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഈ 11ാം വർഷത്തിൽ നടക്കാൻ പറ്റുന്നത്? ഇതിനു മുമ്പിലുള്ള കാലങ്ങളിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു വരുന്ന MLAമാർക്ക് അവർക്ക് നടപ്പാക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് UDFൻ്റെ MLAമാർക്ക് നടപ്പാക്കാൻ പറ്റുന്നത്? അതാണ് ഇന്ന് ഓരോ വോട്ടറുടെയും മനസ്സിലുള്ളത്. 26 വർഷം വേണ്ടെന്നേ, 25 വർഷം കൊടുന്ന വികസനം മതി. പിണറായി സഖാവിനെ കുറിച്ച് മുഖ്യമന്ത്രിയായി 2 വർഷം 10 വർഷം ഇരുന്ന ഒരു മാന്യ വ്യക്തിയുടെ ധർമ്മടം മണ്ഡലത്തിൽ നടക്കാൻ പറ്റാത്ത എന്ത് വികസനമാണ് 11ാമത്തെ വർഷം നടക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. ഇവരുടെ ട്രാപ്പുകളിൽ നമ്മൾ വീഴരുത്. നമുക്ക് വേണ്ടത് പുതിയ മുഖങ്ങളാണ്, ഡബിൾ എഞ്ചിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും 2 ആഴ്ചയൊക്കെ മതി നമുക്ക് നടപ്പിലാക്കാനായിട്ട്.
അത് കൊണ്ടുവരണമെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണം, ഡബിൾ എൻജിൻ പവർ വേണം. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നമ്മളും മുന്നോട്ട് കുതിക്കണം. ഒരു കാര്യം എന്ത് പറഞ്ഞാലും പറയും യു പിയിലെ ജനസംഖ്യ എത്രയാണെന്നറിയാമോ? ഇന്ത്യയുടെ ജനസംഖ്യയുടെ 1/4 യു പിയിലാണ്. അത്രയും ഇവർ കോൺഗ്രസ് ഭരിച്ച് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു മാജിക് ഫോണ്ട് വെച്ച് ഇങ്ങനെ കാണിക്കുന്ന പോലെ കാണിച്ചാൽ പറ്റില്ല. അവിടെ എല്ലാ വികസനവും വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം തരൂ. 60 വർഷം കൊണ്ട് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ 10 വർഷം കൊണ്ട് നമ്മളുടെ NDA സർക്കാരിൻ്റെ 75% മികച്ചതാക്കിയിരിക്കുന്നെങ്കിൽ, ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ തരികയാണെങ്കിൽ ഏറ്റവും നല്ല മികച്ച സംസ്ഥാനമാക്കി UPയെ മാറ്റാൻ പറ്റും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിച്ച് ഇന്ത്യയെ തന്നെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കാനും ഏറ്റവും മികച്ച സുരക്ഷിതമായ ഇടമാക്കി മാറ്റുവാനും കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നേ. അതിനു വേണ്ടി ചിന്തിച്ച് മലയാളികളായ നമ്മൾ 9-ാം തീയതി വോട്ട് ചെയ്യണമെന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. ഒരു MLAക്കും 5 വർഷം അധികമാണ്. അത് കൊടുത്തു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വേറെ നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥികൾ ജയിപ്പിച്ചു കൊണ്ടൊരു എന്താണ് വികസനമെന്ന് കാണിച്ചു തരാം. കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറായെന്ന് എനിക്കറിയാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു NDAയുടെ കൗൺസിലറെന്ന് എനിക്കറിയാം. ഞാനത് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്.